ഇന്ന് വിവിധയിടങ്ങളിൽ ഈ പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വിഷ്ണു മുമ്പ് സൂചിപ്പിച്ചത് 5 ഇടങ്ങളിലാണ് പ്രധാനമായും ഭൂമി വാങ്ങിക്കൂട്ടിയത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ നൽകിയ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ സംഘടനകളിലൊക്കെയാണ് ഇയാൾ അവർ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. അവർ വഴിയാണ് ഈ പണം പിരിച്ചെടുത്തതൊക്കെയും. അങ്ങനെ പലർക്കും നൽകിയ പണത്തിൻ്റെ കണക്ക് കൂടി ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു കേസിൽ തെളിവെടുപ്പ് പൂർത്തിയായാലും പലയിടങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ജില്ലകളിൽ കേസുകളുണ്ട്. ഉടനെയെങ്കിലും പുറത്തിറങ്ങാനൊന്നും ആവില്ലല്ലോ. ഗോകുൽ, ഏകദേശം 25ലധികം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലുടനീളം അത്തരത്തിൽ കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കേസുകളിലും വ്യത്യസ്തമായ പ്രതികളാണ് അനന്തു കൃഷ്ണനൊപ്പം ഉള്ളത്. അപ്പോൾ ആ കേസുകളിലൊക്കെ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. അതല്ല, അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലേക്കൊക്കെ അന്വേഷണം എത്തും. അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. നിലവിൽ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഈ അനന്തുവിന്റെ 19 അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പണം UDF LDF നേതാക്കൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ആളുകൾക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾക്കുമൊക്കെ കൈമാറിയതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് ആയിട്ടില്ല. വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ നേതാക്കളോടൊക്കെ ഇക്കാര്യങ്ങളുടെ വിശദീകരണം തേടുക അതൊരു പക്ഷേ ക്രൈംബ്രാഞ്ച് ആയിരിക്കും. ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്താൽ മാത്രമാണ് ഇതിനൊരു പാൻ കേരള സ്വഭാവം വരികയും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുക. അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച അവസാനിക്കും. അതിനുള്ളിൽ തന്നെ ഇയാളെ ഇപ്പോൾ കൊച്ചിയിലെ ഓഫീസുണ്ട്, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റ് ഉണ്ട്. അവിടേക്ക് നാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആ തെളിവെടുപ്പുകളുടെ റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കടക്കുക. ഗൂഗിൾ. ശരി, അനന്തു കൃഷ്ണനുമായി ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് തുടരുകയാണ് പോലീസ്. കൂടുതലിടങ്ങളിൽ പരാതികളുണ്ട്. 25ഓളം പരാതികൾ ഇതുവരെ ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി.